അങ്കാറ എയർലൈൻസ് വിമാനം കാണാതായെന്ന് റിപ്പോർട്ട്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് സൂചന. റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത് AN-24 റഷ്യൻ വിമാനം. വിമാനത്തിൽ 43 യാത്രക്കാരുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, 43 യാത്രക്കാരാണ് ആ വിമാനത്തിലുള്ളത്. ഏറ്റവും ഒടുവിലായി എവിടെയാണ് സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്? എവിടെയാണ് വിമാനം തകർന്നു വീണിട്ടുണ്ടോ എന്നതിൽ എന്തെങ്കിലും സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങൾ. അഖില, വിമാനം ഇന്ന് രാവിലെയാണ് വിമാനം കാണാതായെന്ന് റിപ്പോർട്ട് വരുന്നത്. അതായത് എയർ ട്രാഫിക് കൺട്രോൾ റൂമുമായിട്ടുള്ള ബന്ധം റഷ്യയിൽ നിന്നുള്ള യാത്രക്കാരുമായി പുറപ്പെട്ട അങ്കാറ എയർലൈൻസിൻ്റെ AN-24 എന്ന വിമാനമാണ് കാണാതായത്. എയർ ട്രാഫിക് കൺട്രോൾ റൂമുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. അതിനുശേഷം വിമാനം കാണാതായെന്നാണ് റിപ്പോർട്ട്. ചൈന റഷ്യ അതിർത്തിയിലാണ് വിമാനം കാണാതായത്. അത് അമൂർ വനമേഖലയാണ്. കിഴക്കൻ ചൈനയോട് ചേർന്ന ഭാഗമാണ്. അമൂറിൻ്റെയും കിഴക്കൻ മേഖലയാണത്. ആ വനമേഖലയിലാണ് കാണാതായെന്ന് ആദ്യം റിപ്പോർട്ടുകൾ വരുന്നത്. എയർ ട്രാഫിക് കൺട്രോളുമായിട്ടുള്ള വിമാനത്തിൻ്റെ ബന്ധം നഷ്ടമാകുന്നു. അതിനുശേഷം വിമാനം കാണാതായെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. തെരച്ചിൽ ആരംഭിക്കുന്നു. ഇപ്പോൾ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന രൂപത്തിൽ അമൂർ വനമേഖലയിൽ, അതായത് സൈബീരിയയോട് ചേർന്നുള്ള അമൂർ വനമേഖല, റഷ്യയിൽ തന്നെയാണത്. റഷ്യയുടെയും ചൈനയുടെയും അതിർത്തി പങ്കിടുന്ന വലിയ മഞ്ഞ് മൂടിയ പ്രദേശമാണ് സൈബീരിയ, നമുക്കറിയാവുന്നതാണ്. ആ വലിയ മഞ്ഞ് മൂടിയ വനമേഖലയിലാണ്, അമൂർ വനമേഖലയിലാണ് ഇപ്പോൾ വിമാനം കാണാതായെന്നും വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളും കിട്ടിയെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. 43 യാത്രക്കാരാണ് വിമാനത്തിലുള്ളത്. അതിൽ 5 പേർ കുട്ടികളാണ്, 6 പേർ വിമാന ജീവനക്കാരാണ്. വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടായിരുന്നു എന്ന രൂപത്തിലും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും അങ്കാറ എയർലൈൻസിൻ്റെ AN-24 വിമാനം റഷ്യൻ ചൈനീസ് അതിർത്തിയായ അമൂർ വനമേഖലയിൽ തകർന്നു വീണിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിമാനത്തിലുള്ള ആളുകളെ, വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. വിമാനം തകർന്നു വീണ സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വനമേഖലയാണ്, ദുഷ്കരമായ മേഖലയാണ്. വലിയ രൂപത്തിൽ വനമേഖല, വലിയ രൂപത്തിൽ മഞ്ഞ് വീണ് കിടക്കുന്ന പ്രദേശമാണത്. അതുകൊണ്ട് അവിടേക്ക് രക്ഷാപ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം നടത്തുകയും ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും വിമാനം തകർന്നു വീണു എന്നൊരു വിവരം കൂടിയാണ് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. നേരത്തെ അരമണിക്കൂറുകൾക്ക് മുമ്പ് വിമാനം കാണാതായി തെരച്ചിൽ നടത്തുകയാണ് എന്ന വിവരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വിമാനം തകർന്നു വീണു, വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നൊരു വിവരം കൂടി ഇപ്പോൾ നൽകാൻ കഴിയുന്നുണ്ട്. എന്തായാലും റഷ്യ ചൈനീസ് അതിർത്തിയിലാണ് വിമാനം തകർന്നു വീണത്. അമൂർ വനമേഖലയിൽ തെരച്ചിൽ നടക്കുകയാണ്. അഖില, റഷ്യൻ വിമാനമാണ് തകർന്നു വീണിരിക്കുന്നത്. അതിൽ ആളപായം ഉണ്ടായിട്ടുണ്ടോ, രക്ഷാപ്രവർത്തനം എങ്ങനെ പോകുന്നു എന്നത് സംബന്ധിച്ച് വരും മണിക്കൂറുകളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.